ഹലോ ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ അതെ, കുറേ നാളായിട്ട് എൻ്റെ ഡ്രാഫ്റ്റിൽ എനിക്ക് അങ്ങോട്ട് വീഡിയോ ക്വാളിറ്റി കൊണ്ട് സംതൃപ്തി ആവാത്തൊരു വീഡിയോ കിടക്കുമായിരുന്നു. സോ ഫൈനലി ഐ ഡിസൈഡഡ് ഓക്കെ ലെറ്റ്സ് പുട്ട് ഇറ്റ് എന്നുള്ളത്. സോ അങ്ങനെയുള്ള വീഡിയോ ആണ്. ജഡായു പാറയിൽ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ടീമിനെയും കൊണ്ട് പോയതാണ്. വന്ന കാറ് പാർക്ക് ചെയ്യാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് അവിടെ ഉണ്ട്, പാർക്കിംഗ് ഫീയും ഉണ്ട്. സോ അത് ആദ്യം തന്നെ എൻട്രിയിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും. ഇനി നമ്മൾ നേരെ കയറിയിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഗ്രീനറിയിലാണ് അവിടെ ഫുൾ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാമായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പം നമ്മൾ ഈ പോയത് മെയ് ടൈമിലാണ്. അപ്പം 2 വഴിയിലാണ് നമുക്ക് ഹിൽ ടോപ്പിൽ എത്താൻ പറ്റുന്നത്. ഒന്ന് നടന്നിട്ട് 2 കേബിൾ കാർ. എന്തായാലും ഡെഫിനറ്റ്ലി കേബിൾ കാറായിരിക്കും ഈസിയർ. പക്ഷേ അന്ന് നമുക്ക് ക്ലൈമറ്റ് അത്ര അങ്ങോട്ട് അനുകൂലമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈനലി ഈ ഒരു തിരക്കൊക്കെ കണ്ടപ്പം എന്തായാലും ഇത്ര വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നടന്ന് കയറാമെന്നുള്ള ഒറ്റൊരു തീരുമാനം എല്ലാവരോടും അങ്ങ് എടുത്തു. അപ്പം നമുക്ക് വരുന്നത് 325 രൂപയാണ് പെർ പേഴ്സൺ. നടന്നിട്ടാണ് കയറുന്നതെങ്കിൽ ചാർജ് വരുന്നത്. അങ്ങനെ നമുക്ക് ഏകദേശം 3500ഓളം രൂപയാണ് അന്നായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇനിയും ഈ സ്റ്റെപ്സുകൾ കയറി ഒരു സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞ പോലെ 2 വഴിയിൽ ഒന്നാണ് ഈ നടന്ന് കയറുക എന്നുള്ളത്. നമുക്ക് കവർ ചെയ്യേണ്ടത് 826 സ്റ്റെപ്സാണ്. ഏകദേശം 1 കിലോമീറ്ററാണ് നടക്കാൻ നമുക്കുള്ളത്. ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ വരും. അതിനുശേഷം നിരപ്പായിട്ടുള്ള ഒരു വഴി വരും. 2 സൈഡിലും നല്ല മരങ്ങളും, എന്നാൽ ആ മരങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കവർ ചെയ്തിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ബാരിയർ പോലെയും കൊടുത്തിട്ടുണ്ട് പോകുന്ന വഴിയിൽ. ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഇതിനു മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കേബിൾ കാർ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഈസിയറാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളവിടെ ചെല്ലും. പക്ഷേ എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് പിന്നെ ആ കയറി ചെല്ലുന്നിടത്ത് നമുക്കൊരു ചെറിയൊരു കഫേ പോലൊരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേബിൾ കാറിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്, എൻറ്റയർലി വേറൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും നമുക്ക് നടക്കാനൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, കുറച്ച് ആൾക്കാരും ഫാമിലിയിൽ നിന്നുണ്ടെങ്കിൽ നടന്ന് നമുക്ക് എന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ജാൻജുവിന് ഒരു ടയേർഡും ഇല്ലായിരുന്നു. അവൻ അങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. കുറച്ച് സ്റ്റെപ്സ് കവർ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് അവർ വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടയേർഡ് ആവുകയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനും അതുപോലെ കുറച്ച് നേരം ഒന്ന് വെള്ളം കുടിച്ചവിടെ ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള സംവിധാനം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ പേര് ഈ ഒരു ഇഷ്യൂസ് കാരണം അന്ന് നടന്നിട്ട് തന്നെയാണ് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ പോകുമ്പം കുറേ പേര് ഇറങ്ങിയും അങ്ങോട്ട് കയറുന്നവരെയൊക്കെ കണ്ടു. അപ്പം ജാൻജു ഒട്ടും ടയേർഡായില്ല. സോ ഹി വാസ് വെരി ഹാപ്പി. അപ്പം ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും എന്തായി, കേബിൾ കാർ റെസ്യൂം ചെയ്തു അവർ. അപ്പം നമ്മൾ ആദ്യം ചോദിച്ചപ്പം അവർ ഇന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കേബിൾ കാർ സ്റ്റാർട്ടായിട്ടുണ്ട് സർവീസ്. അപ്പം ഇതിനു മുന്നേ നമ്മൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, കേബിൾ കാറാണ് നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 10 മിനിറ്റ്സിൽ നമ്മളിവിടെ എത്തും. വളരെ ഈസിയറാണ്. പോകുന്ന വഴിയിലെല്ലാം ഓരോ ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. സ്റ്റെപ്സ് കൂടെ കവർ ചെയ്താൽ മതി ഗൈസ്. ഞാൻ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ. അതിൽ പോകണം. ഞാൻ കേബിൾ കാറിൽ പോകണം എന്നാണ് ഗൈസ് പറയുന്നത് അല്ലേ? ഇനി ഇതേ നമ്മൾ എത്താനായി. അപ്പത്തേന് കേബിൾ കാർ തിരിച്ചു പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരും എത്തിക്കൊണ്ടേ ഇരിക്കുവാണ്. അവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അവർ കേബിൾ കാർ ഉണ്ട് എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അത് സ്റ്റോപ്പ് ചെയ്തെന്ന് നമ്മൾ അറിഞ്ഞത്. സോ അവരും ഭയങ്കര ഹാപ്പിയായി ഫിനിഷ് ചെയ്തപ്പോഴത്തേന്. ഫൈനലി ഇതേ നമ്മളങ്ങനെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ എത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വർക്കലയിലൊക്കെ വരുന്നവരുടെയൊക്കെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള കുറേ ആൾക്കാരെ നമുക്ക് ടൂർ പാക്കേജിൻ്റെ പാർട്ടായിട്ട് അവർ വന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ജഡായു പാറ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ജഡായു എർത്ത് സെൻറ്റർ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ ചടയമംഗലത്ത് ആണ് ഇത് ലൊക്കേഷൻ വരുന്നത്. 64 ഏക്കറാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വിസ്തീർണം വരുന്നത്. രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഉള്ളത് രാമായണത്തിലെ ജഡായുവിൻ്റെ പ്രതിമ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ്. അത് ബേർഡ് സ്കൾപ്ചറാണിത്. ലോകത്തിലെ ഏറ്റവും വലുതാണ്. ജഡായു രാവണയുദ്ധം ജഡായുപ്പാറയിലാണ് നടന്നതെന്നാണ് ശരിക്കും ഇവിടുത്തെ ഒരു വിശ്വാസം. അതിൽ വെട്ടേറ്റു വീണ ജഡായുവിനെ ഓർമ്മപ്പെടുത്തുന്ന വിധമാണ് ഇവിടുത്തെ ശില്പം
നിർമ്മിച്ചിട്ടുള്ളത്. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമാണ് ഈ ഒരു സ്കൾപ്ചറിനുള്ളത്. നമ്മളവിടെ എത്തി കുറച്ച് നേരം നന്നായിട്ട് എൻജോയ് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ടത് തന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നല്ലൊരു അടിപൊളി വീഡിയോ അങ്ങനെയൊന്നും കിട്ടിയില്ല. എന്നാലും നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. ഇവരും അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇവരുടെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തരുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഇനി ഇവിടെ തന്നെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെയും വിസിറ്റ് ചെയ്യാം. അപ്പം അവിടേക്ക് നമ്മൾ ആ ഒരു സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് ഉള്ളത്, രാമൻ ടെമ്പിളാണ്. അങ്ങോട്ട് ചെന്നു നേരെ നമ്മളിനി ചെരുപ്പൊക്കെ ഊരി അവിടെ സൂക്ഷിക്കണം. സോ അതിനായിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ നമുക്കൊരു ചെറിയ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇനി മുകളിലോട്ട് കയറി അവിടെയും കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു. ജഡായു നമ്മൾ വിസിറ്റ് ചെയ്ത ശേഷം നേരെ ഈ ഒരു ശ്രീരാമക്ഷേത്രം കൂടെ നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. അവിടെ സന്ദർശിച്ച് പ്രസാദമൊക്കെ വാങ്ങാവുന്നതാണ്. ഇവിടെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ശ്രീരാമപാദം. ശ്രീരാമൻ ജഡായുവിന് മോക്ഷം നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ ശ്രീരാമപാദം നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നതാണ്. സോ അതിനടുത്ത് തന്നെ ഒരു കെടാവിളക്കുമുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നോട്ടാണ് ആദ്യം തന്നെ നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള വിസിറ്റേഴ്സും ഭക്തരും ഒക്കെ കുറേ നാണയത്തൊട്ടുകൾ അവിടെ ഇട്ടിരിക്കുന്ന നമുക്ക് കാണാം. പിന്നീട് നല്ല മഴയായിരുന്നു. കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു മഴയൊന്ന് കുറയുന്നതിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇനിയും നടന്നിട്ട് തന്നെയാണ് ഇറങ്ങേണ്ടത്. അപ്പം ഈ ജഡായുവിൻ്റെ രാത്രിയിലത്തെ ഒരു ഭംഗിയാണിത്. ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നാലും വെള്ളമാണ് അവിടെ ഫുള്ള്. കുറച്ച് കെയർഫുള്ളായിരിക്കണം, കാരണം ഇത് പാറ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമ്മളിതേ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പം കയറിയ അത്രത്തോളം സ്റ്റെപ്പുകളും പാറകളും എല്ലാം ഇനി അങ്ങോട്ട് താഴേക്ക് ഇറങ്ങണം. അത്യാവശ്യം നല്ല ഇരുട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെയായിട്ട് ലൈറ്റുകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണല്ലോ പോയത്. അങ്ങനെ നമ്മൾ ബാക്കിയെല്ലാം ഇറങ്ങി. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കേബിൾ കാർ കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു. ഇത് കുറച്ച് കുറച്ച് നേരം നടന്നിട്ടൊക്കെയാണ് പോയത്. ഒരു ന്യൂ കൈൻഡ് ഓഫ് എൻ എക്സ്പീരിയൻസ്. തീർച്ചയായും നമുക്ക് ഒരു തവണ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. സോ അതേ നമ്മൾ തിരിച്ചെത്തി, ഇനി നേരെ തിരിച്ചു പോവാണ്. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നിടം വരെ ബൈ.